CJP പ്രതിഷേധത്തിന് കൂടുതൽ പിന്തുണയേറുന്നു. കൂടുതൽ പ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ ഇന്ന് ജന്തർ മന്ദറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. രാഷ്ട്രപതി ഭവനിലേക്ക് ഇന്ന് MP-മാരുടെ മാർച്ചുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നും ജന്തർ മന്ദർ ശ്രദ്ധാകേന്ദ്രമായിരിക്കുമോ? CJP-യുടെ നീക്കം എന്താണ്? ആദിൽ പാലോൺ. ഉറപ്പായും അരുൺകുമാർ, അടിച്ചമർത്താൻ ശ്രമിക്കും തോറും CJP പ്രതിഷേധം കൂടുതൽ സജീവമാകുന്നതാണ് ജന്തർ മന്ദറിൽ നിന്ന് നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ച. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഈ സമയത്ത് 7 മണി സമയത്താണ് ഇത്രയും വിദ്യാർത്ഥികൾ, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ ഈ വിധത്തിൽ പ്രതിഷേധവുമായി രംഗത്തുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നിലെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ ഏകദേശം ജന്തർ മന്ദർ നിറഞ്ഞു തന്നെ ഇരിക്കുന്നു ഈ വിദ്യാർത്ഥികളെ കൊണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. മറ്റൊന്ന് അർദ്ധരാത്രിയും സംഘർഷം പലയിടത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ പലയിടത്തും പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൂടുതൽ പിന്തുണ ജന്തർ മന്ദർ സമരത്തിന് ഏറുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് സമരവേദിയിൽ എത്തുമെന്നറിയുന്നു. ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ ഒപ്പം ഉദ്ധവ് താക്കറെ, ശരത് പവാർ എന്നിവർ ജന്തർ മന്ദർ സമരത്തിൽ എത്തിയിരുന്നു. കസ്റ്റഡിയിലുള്ളവരെ മോചിപ്പിക്കാനായി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് എത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതേസമയം കോൺഗ്രസിനെതിരെ AAP രംഗത്തെത്തുന്നുണ്ട്. ഈ ബദൽ സമാന്തരമായി മറ്റൊരു സമരം നടത്തുന്നത് നന്നാകില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട AAP-യുടെ ആരോപണം. ഏതായാലും സമരം കൂടുതൽ സജീവമാകുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഏതായാലും പ്രതിഷേധം സജീവമാകുന്നു. ഈ കൂടുതൽ ആളുകൾ ഈ സമരവേദിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, കയ്യിൽ റോസാപ്പൂക്കൾ, കയ്യിൽ വിശറികളും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു. ഈ രാത്രി മുഴുവൻ ഈ വിദ്യാർത്ഥികൾ ഇരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ പുലർച്ചെ കുറേ അധികം വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ ഈ ജന്തർ മന്ദർ പരിസരത്ത്. ഇവരിൽ പലരും റോസാപ്പൂക്കളുമായിട്ടൊക്കെയാണ് പ്രതിഷേധിക്കാൻ എത്തുന്നത്. പോലീസുകാരും ഇപ്പോൾ ജന്തർ മന്ദറിൽ ഇല്ലേ? ആദിൽ പാലോൺ. അരുൺകുമാർ, പോലീസിന്റെ സുരക്ഷാ വലയം അല്പം കുറച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് നമ്മളിങ്ങോട്ട് കടക്കുമ്പോഴും നേരത്തെ കൂടുതൽ സുരക്ഷയുണ്ടായിരുന്നു. അതൊക്കെ ഒരല്പം കുറച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. मुझे लगता है कि ये जो आज़ादी है एक नई शुरुआत है आज की जनरेशन के लिए, और जिस तरीके से पुलिस ने बर्बरता करी है वो बहुत ही गलत है, क्योंकि वो आपके ही बच्चे हैं और मारना नहीं चाहिए था आपको। आप समझाते या धीरे से पोलाइट तरीके से इस तरीके से खून बहाया है कि लग रहा है कि ये अपने देश के लोग नहीं है, ये अपने देश के बच्चे नहीं है। तो प्लीज़ इन पे एक्शन हो और ये शांति तरीके से जैसे हमारा धरना चल रहा है इसे आगे कंटिन्यू करने दें। थैंक यू।